So I breastfed our babies, but I carried them. It's called inducing lactation. കേൾക്കുമ്പോൾ തന്നെ കൗതുകം തോന്നുന്നൊരു സംഭവം അല്ലേ? ക്യാൻ ഇറ്റ് ബി ഡൺ മെഡിക്കലി? യെസ്. സെയിം സെക്സ് കപ്പിൾസ്, ഒരാൾ കുഞ്ഞിനെ ക്യാരി ചെയ്യുന്നു, മറ്റേ ആൾ പാല് കൊടുക്കാന്നുള്ള തീരുമാനത്തിലെത്തുന്നു, അല്ലെങ്കിൽ അഡോപ്റ്റീവ് പേരൻസ്, അല്ലെങ്കിൽ സർഗസിക്ക് ശേഷം കുഞ്ഞിനെ കിട്ടുന്ന പേരൻസ്, അവരിലൊക്കെ നമുക്ക് ഈ പ്രോട്ടോകോൾസ് ഉപയോഗിക്കാൻ പറ്റും. യൂഷ്വലി എന്താണ് പ്രഗ്നൻസി സമയത്ത് സംഭവിക്കുക? ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, പ്രൊലാക്റ്റിൻ എന്നീ ഹോർമോൺസ് ഹൈ ലെവൽസിലാണ് പ്രഗ്നൻസി സമയത്ത് നിൽക്കുക. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോണിൻ്റെ എക്സ്പോഷർ കാരണം ബ്രസ്റ്റിൻ്റെ ഗ്രോത്തും ഗ്ലാൻഡൊക്കെ വളരെയൊക്കെ ചെയ്യും. പ്രൊലാക്റ്റിനാണ് നമ്മുടെ മെയിൻ മിൽക്ക് പ്രൊഡ്യൂസിങ് ഹോർമോൺ എന്ന് പറയുന്നത്. ഡെലിവറിയുടെ സമയത്ത് എന്ത് സംഭവിക്കും? ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഒറ്റയടിക്ക് അങ്ങ് ഡ്രോപ്പ് ആവും. അപ്പോൾ ഈ പ്രൊലാക്റ്റിൻ ഇങ്ങനെ കൂടി നിൽക്കുക. അത് കാരണം പതുക്കെ മിൽക്ക് വരാൻ തുടങ്ങും. ഇതാണ് നോർമൽ ഫിസിയോളജി. ഇതിനെ നമ്മൾ മിമിക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ആർട്ടിഫിഷ്യൽ മിൽക്ക് പ്രൊഡക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആരാണോ പാല് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും കണ്ടെയ്നിങ് ആയിട്ടുള്ള പില്ല് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും ഒരു 5-6 മാസം. ഇതിൻ്റെ കൂടെ തന്നെ ചില സ്ഥലങ്ങളിൽ ഈ ഗലാക്ടോഗോഗ്, അതായത് ഈ ഡോംബെറിഡോൺ എന്നൊക്കെ പറഞ്ഞ മരുന്നുകളുണ്ട് വിച്ച് വിൽ ഇൻക്രീസ് പ്രൊലാക്റ്റിൻ. ചിലർ അവോയ്ഡ് ചെയ്യും, കാര്യം ഇറ്റ് ക്യാൻ കോസ് കാർഡിയക് കോംപ്ലിക്കേഷൻസ് ഓൾസോ. എന്താണോ ആ പേഷ്യൻറ്റിന് സൂട്ട് ചെയ്യുന്നത് അത് കൊടുത്തിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്രസ്റ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ബ്രസ്റ്റ് പമ്പ് ചെയ്യാൻ പറയും നമ്മൾ മോർണിംഗ് മൾട്ടിപ്പിൾ ടൈംസും രാത്രിയിൽ അറ്റ്ലീസ്റ്റ് ഒരു തവണ എന്നുള്ള രീതിയിലും. അതിനോടൊപ്പം തന്നെ മാനുവൽ നിപ്പിൾ സ്റ്റിമുലേഷൻ, അങ്ങനെ ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ മിൽക്ക് പ്രൊഡക്ഷൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിലേക്ക് അത് പോകും. മറ്റേ പേരുടെ ഡെലിവറി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് അതിൻ്റെ ഒരു 3-4 വീക്സ് മുമ്പ് ഈ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ പിൽസ് നമ്മൾ കട്ട് ചെയ്യും. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ ആ ഫോള് വരികയും ബാക്കി നമ്മുടെ ഈ മാനുവൽ സ്റ്റിമുലേഷൻ എല്ലാം കാരണം പതുക്കെ ഇവർക്ക് ബ്രസ്റ്റ് മിൽക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യും. അതായത് എക്സ്ക്ലൂസീവ്ലി കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാവുന്ന രീതിയിൽ മിൽക്ക് അവർക്ക് പ്രൊഡക്ഷൻ വരും. ചില ആൾക്കാർക്ക് പാർഷ്യലായിട്ടായിരിക്കും വരിക. പിന്നെ നമ്മളത് സപ്ലിമെൻ്ററി ഫീഡൊക്കെ കൊണ്ട് ചില ആൾക്കാർക്ക് ചിലപ്പോൾ വർക്കൗട്ട് ആയില്ല എന്നും വരാം. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളിത് ചെയ്തതിന് ശേഷം കുഞ്ഞിനെ റെഗുലറായിട്ട് നമ്മൾ കുഞ്ഞിനെ കൊണ്ട് സക്കിൾ ചെയ്യിപ്പിക്കുക, റെഗുലറായിട്ട് മിൽക്ക് കൊടുക്കാൻ നോക്കുക. ഇതെല്ലാം ഇതിനകത്തുള്ളൊരു ഫാക്ടറാണ്. ദിസ് ഇസ് എ റിയൽ തിങ്. സയൻസ് ഹെൽപ്പിംഗ് പേരൻസ് ബി എ പാർട്ട് ഓഫ് ദിയർ പേരന്റിംഗ് ജേർണി ഇൻ ഡിഫറെൻറ്റ് വേസ്.